എല്ലാവർക്കും വെൽക്കം ടു ടെലി ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് SLC കെമിസ്ട്രി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിലുള്ള ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റ് ചാപ്റ്റർ എന്തിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് അബൌട്ട് പീരിയോഡിക് ടേബിൾ. ചാപ്റ്റർ ഹെഡിങ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവും എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എലമെന്റ്സ്, കെമിസ്ട്രിയിലെ എലമെന്റ്സിനെ ഒരു ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്തേക്കാണ് അല്ലെ. എലമെന്റ്സിനെ റോസും അതുപോലെ തന്നെ കോളംസും ആയിട്ട് ഒരു ടേബിൾ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ആ റോസിനെ നമ്മൾ എന്ന് വിളിക്കും? പീരീഡ്സ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ കോളങ്ങളെ നമ്മൾ എന്ത് പറയാം? ഗ്രൂപ്പ് എന്ന് പറയും. മൊത്തം 18 ഗ്രൂപ്പും അതുപോലെ തന്നെ 7 പീരീഡും ഉണ്ട്. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയും? നമുക്ക് മൊത്തം 118 എലമെന്റ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. അതിനകത്ത് ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? അധികം കേട്ടുപരിച്ചില്ലാത്തൊരു പേരാണ്, ഒഗ്നസോൺ ആണ്. OG എന്ന് ഡിനോട്ട് ചെയ്യും. ലാസ്റ്റ് എലമെന്റ് 118th എലമെന്റ് ഒഗ്നസോൺ ആണ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി ഒരു പുതിയ എലമെന്റിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ വെക്കാൻ സ്ഥലമില്ല നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് അറിയോ? മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അതേസമയം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു, ആറ്റോമിക് മാസ്. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ആറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് വളരെ ബേസ് ആയിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. എലമെന്റ്സിനെ റോസ് ആൻഡ് കോളംസ് അല്ലെങ്കിൽ പീരീഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. 7 ഗ്രൂപ്പ് ഉണ്ട്, 18 പീരീഡ് ഉണ്ട്, മൊത്തം 118 എലമെന്റ്സ് ഉണ്ട്. ലാസ്റ്റ് എലമെന്റ് ഓഗ്നസോൺ ആണ്. പീരിയോഡിക് ടേബിൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തിരിക്കുന്നത് ആറ്റോമിക് നമ്പറിനെയാണ്. മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആറ്റോമിക് മാസിനെയാണ്. ഓക്കെ, ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം ഇനി എന്താണ്. എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ പറഞ്ഞു അല്ലെ. ദേ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ. ഇനി അടുത്ത ഒരു പോയിന്റ് എന്താ നോക്കാം. എന്താണ് അടുത്ത പോയിന്റ് പറയുന്നത്? അക്കോർഡിംഗ് ടു ബോർ മോഡൽ ആണ് പറയുന്നത്. ഓക്കെ, ബോർ മോഡൽ എന്തായിരുന്നു? ബോർ മോഡൽ എന്ന് പറയുമ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ സെൻട്രൽ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലർ പാത്തിൽ ഓർബിറ്റ് ചെയ്യുന്നു. ഓക്കെ, റിവോൾവ് ചെയ്യുന്നു. ആ സർക്കുലർ പാത്സിനാണ് നമ്മൾ വിളിക്കുക ഓർബിറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കും. ഒരു പേരും കൂടി വിളിക്കും, ദാറ്റ് ഇസ് പ്രിൻസിപ്പൽ എനർജി ലെവൽ എന്നും കൂടി അതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ദീസ് ഓർബിറ്റ്സ് ഓർ ഷെൽസ് ആർ ഓൾസോ കോൾഡ് ആസ് പ്രിൻസിപ്പൽ എനർജി ലെവൽസ്. അപ്പോൾ എവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ ഷെൽസിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന കാര്യം പറയുന്നത്. എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്? ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ആ ഷെൽസിന്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഷെൽസിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് എന്താ സംഭവം? അസെൻഡിങ് ഓർഡറിൽ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഏതിനാണോ ഏറ്റവും കുറവ് എനർജി ഉള്ളത് അതിലായിരിക്കും നമ്മൾ ആദ്യം ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ നിയോൺ എലമെന്റ് എടുത്തു. നിയോണിന് 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോവുക? ലോവസ്റ്റ് എനർജി ഉള്ളത് ഏത് ഷെല്ലിലാണോ ആ ഷെല്ലിലേക്കാണ് ആദ്യത്തെ ഇലക്ട്രോൺ പോവുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 8. കെ ഷെല്ലിലാണ് ഏറ്റവും കുറവ് എനർജി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിലേക്ക് പോകും? ആദ്യത്തെ 2 ഇലക്ട്രോൺ കെ ഷെല്ലിലേക്ക് പോകും, ബാക്കിയുള്ളത് എൽ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് ഇലക്ട്രോൺസ് നമ്മൾ ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലിൽ ഫില്ല് ചെയ്യുമ്പോൾ ആ ഷെൽസ് ഫില്ല് ചെയ്യുന്നത് എന്ത് ഓർഡറിലാണ്? അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ്. ഷെൽസ് വിത്ത് ലോവർ എനർജി ഫീൽഡ് ഫസ്റ്റ്. എനർജി കുറവുള്ള ഷെല്ല് നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് 1-2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന എലമെന്റ് എന്ന് പറയുന്നത് ആരെയാണ്? സോഡിയം. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ,
സോഡിയം ആറ്റോമിക് നമ്പർ എത്രയാ 11. കോൺഫിഗറേഷൻ വരും 281. ദെൻ പിന്നെ പറയാനുള്ളത് ആർഗൺ ആറ്റോമിക് നമ്പർ 18. കോൺഫിഗറേഷൻ വരും 288. ഓക്കെ, ഈ രണ്ട് കോൺഫിഗറേഷൻ അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിന് അടുത്തുള്ള ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഷെല്ലിന്റെ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്. ഓക്കെ, ഈ സെക്കൻഡ് ഷെല്ലിൽ നമുക്കൊരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസും സെക്കൻഡ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ന്യൂക്ലിയസും ഒരു എട്ടാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഇവർ തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, അടുത്ത് നിൽക്കുന്ന ഒരാളെ ആണ് നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്താണ്, ആ ഒരു സ്ട്രെങ്ത്തിൽ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റും. അതേസമയം ഇവിടെയും ഒരുപാട് ദൂരം നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ എന്താണ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് സംഭവിക്കും, സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഇതാണ്, അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. എന്നാൽ എനർജി ഓഫ് ദ ഷെൽസ് എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, എന്നാൽ എനർജി ഓഫ് ദ ഷെല്ലുകൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് ഷെൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ എനർജി എന്തായിരിക്കും, ഹൈ എനർജി ആയിരിക്കും അല്ലെ, അതുപോലെ ലോ എനർജി ആയിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈ ആയിരിക്കും. എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് ഷെൽ എടുക്കുമ്പോൾ എന്താണ്, എനർജി കൂടുതലാണ്. ഫസ്റ്റ് ഷെല്ലിനേക്കാൾ എനർജി കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് എനർജിയുടെ ഓർഡറിൽ നമ്മളൊന്ന് ഷെൽസിന് എഴുതാം. എനർജിയുടെ ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. ഓക്കെ, ഫസ്റ്റ് ഷെല്ലിന് ഏറ്റവും കുറവ്, ദെൻ സെക്കൻഡ് ഷെല്ല്, ദെൻ തേർഡ് ഷെല്ല്. ഇനി നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ പറയുമ്പോൾ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. ഫസ്റ്റ് ഷെല്ലിന് ഏറ്റവും കൂടുതൽ, ദെൻ സെക്കൻഡ് ഷെൽ, ദെൻ തേർഡ് ഷെല്ലിന് ഏറ്റവും കുറവ്. ഓക്കെ, അതായത് പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ന്യൂക്ലിയസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഷെല്ലിന്റെ എനർജി കൂടും. ഷെല്ലിലുള്ള ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, എന്താ, അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റും. എന്നാൽ അകലേക്ക് പോകുന്നതോറും നമുക്ക് അധികം സ്ട്രോങ് ആയിട്ട് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം അത്. യെസ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി ഓഫ് എ ഷെൽ ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഷെല്ലിന്റെ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്തത്, സബ്ഷെൽ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പുതിയൊരു കൺസെപ്റ്റ് ആണ് സബ്ഷെൽ. അപ്പൊ സബ്ഷെൽ പറയണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി രണ്ടൊരു കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിരുന്നു, ഒന്നുകൂടി ഒന്ന് എഴുതി വെക്കാം. അതായത് സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്, കോൺഫിഗറേഷൻ 281. ആർഗൺ ആറ്റോമിക് നമ്പർ 18 ആണ്, കോൺഫിഗറേഷൻ 288. അപ്പൊ ഇതില് കെ ഷെല്ലാണ് ഫസ്റ്റത്തെ, രണ്ടാമത്തെ എൽ ഷെൽ, മൂന്നാമത്തെ എം ഷെൽ. ഓക്കെ, നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല എത്രയാണ്, 2 × n². അപ്പൊ ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ കെ ഷെല്ലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോൺസിന് വെക്കാം, എൽ ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസിന് വെക്കാം, എം ഷെല്ലിൽ നമുക്ക് 18 ഇലക്ട്രോൺസിന് വെക്കാം അല്ലെ.
ഇനി നമ്മൾ അടുത്തൊരു എലമെന്റ് നോക്കാം അല്ലെ. അടുത്ത എലമെന്റ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19. അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2881. ഇതാണ് പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എന്താണ് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. ഈ എമ്മിൽ നമുക്ക് മൊത്തം 18 ഇലക്ട്രോൺസിന് വെക്കാം. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചേ, 8 ഇലക്ട്രോൺസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഒരു ഇലക്ട്രോണെ പുതിയ എന്നിലേക്ക് ഇട്ടു. എന്താണ് അതിനുള്ള കാരണം? അതിന്റെ കാരണം പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് സബ്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം ഈ ആറ്റോമിക് മോഡൽ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കെമിസ്ട്രി സബ്ജക്റ്റിൽ എപ്പോഴും പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ആദ്യം നമ്മൾ പഠിച്ച മോഡൽ എന്താ, തോംസൺസ് മോഡലാണ്. ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ തോംസൺസ് മോഡൽ വന്നു. ആ തോംസൺസ് മോഡലിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായി. അപ്പൊ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അടുത്ത മോഡൽ വന്നു. ഏതാണ്? റുദർഫോർഡിന്റെ മോഡൽ വന്നു. റുദർഫോർഡ് മോഡലിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്തെടുത്ത് ബോർ മോഡൽ വന്നു. ബോർ മോഡലിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെയും ഓവർകം ചെയ്തിട്ട് ഇപ്പൊ എന്തുണ്ട്, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റോമിക് മോഡൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോൺസിനെ നമ്മൾ ഷെല്ലുകളിൽ ആഡ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. ഷെൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തേക്കാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം വന്നൊരു അപ്ഡേഷൻ ആണ് എന്ന് പറയുന്നത് ഈ ഷെൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഓരോരോ സബ് ഷെല്ലുകളിലാണ് എന്നാണ്. ഓക്കെ, അതായത് ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് എവിടെ ഇരിക്കുന്നത്? ഓരോ ഷെല്ലിന്റെയും താഴെ സബ് ഷെല്ലുകൾ ഉണ്ട്. ആ സബ് ഷെല്ലുകളിലാണ് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഇതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഷെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ എനർജി ലെവൽസ്. പ്രിൻസിപ്പൽ എനർജി ലെവൽസ്. ഈ പ്രിൻസിപ്പൽ എനർജി ലെവൽസിന് താഴെ എന്തുണ്ട്? സബ് എനർജി ലെവൽസ് ഉണ്ട്. എന്ത് എനർജി ലെവൽസ്? സബ് എനർജി ലെവൽസ് ഉണ്ട്. ആ സബ് എനർജി ലെവൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ് ഷെൽസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഷെല്ലുകളുടെ താഴെയുള്ള സബ് ഷെല്ലുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കെ ഷെല്ലിന്റെ താഴെ ഒരു സബ് ഷെല്ല് ഉണ്ട്. ആ സബ് ഷെല്ലിലാണ് 2 ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. എൽ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എൽ ഷെല്ലില് എന്താണ് 2 സബ് ഷെല്ലുകൾ ഉണ്ട്. ആ 2 സബ് ഷെല്ലില് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഇരിക്കുന്നു? 8 ഇലക്ട്രോൺസ് ഇരിക്കുന്നു. ഇനി എം ഷെല്ലില് നമുക്ക് 18 ഇലക്ട്രോൺസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എം ഷെല്ലിൽ നമുക്ക് മൊത്തം 3 സബ് ഷെൽ ഉണ്ട്. ആ 3 സബ് ഷെല്ലിലായിട്ടാണ് എന്തിരിക്കുന്നത്? ഈ 18 ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പൊ സബ് ഷെൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഷെല്ലുകളുടെ താഴെയുള്ള സബ് എനർജി ലെവൽസ് അല്ലെങ്കിൽ സബ് ഷെല്ലിലാണ് ഈ ഇലക്ട്രോൺസ് ആക്ച്വലി നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? Shells such as KLMN are called principal energy levels. KLMN എന്ന് പറയുന്ന ഷെൽസിനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ എനർജി ലെവൽസ് എന്ന് പറയും. ആൻഡ് ഈച്ച് പ്രിൻസിപ്പൽ എനർജി ലെവൽ ഹാസ് സബ് എനർജി ലെവൽസ്. എല്ലാ പ്രിൻസിപ്പൽ എനർജി ലെവൽസിനും എന്തുണ്ട്? സബ് എനർജി ലെവലുകൾ ഉണ്ട്. ആ സബ് എനർജി ലെവലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സബ് ഷെൽസ്. ഓക്കെ, അതായത് KLMN എന്ന് പറയുന്ന ഷെല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ എനർജി ലെവൽ എന്ന് വിളിക്കും. ഈ പ്രിൻസിപ്പൽ എനർജി ലെവലിന് എന്തുണ്ട്? സബ് എനർജി ലെവലുകൾ ഉണ്ട്. അതിനാണ് എന്തെന്ന് വിളിക്കുക? സബ് ഷെൽസ് എന്ന് വിളിക്കുക. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ആർ അറേഞ്ച്ഡ് ഇൻ ഇറ്റ് സബ് ഷെൽസ്. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസ് ആക്ച്വലി എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിന്റെ സബ് ഷെല്ലുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 4 സബ് ഷെല്ലുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് 4 സബ് ഷെല്ല്? എസ്, പി, ഡി ആൻഡ് എഫ്. നമുക്ക് എസ്, പി, ഡി, എഫ് ഇങ്ങനെ മൊത്തം 4 സബ് ഷെല്ലുകളാണ് നമുക്കുള്ളത്. ഇതെന്താ? ഇത് സബ് ഷെല്ലുകളാണ്, കൺഫ്യൂഷൻ ആവരുത്. ഇത് സബ് ഷെല്ലുകൾ. KLMN അതെന്താ? ഷെല്ലുകളാണത്. KLM എന്ന് പറയുന്നത് ഷെല്ലുകളാണ്. SPDF എന്ന് പറയുന്നത് സബ് ഷെല്ലുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഷെല്ലിലും എത്ര സബ് ഷെല്ല് ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ നമുക്ക് 2 സബ് ഷെല്ലുകളാണ് ഉള്ളത്. അത് നമുക്കൊരു ടാബുലാർ ഫോമിൽ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. യെസ്, നോക്കാം. ഇതെന്താണ്? ഫസ്റ്റ് ഷെൽ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലാ? കെ ഷെല്ല് നമുക്ക് ഒരു സബ് ഷെല്ലാണ് ഉള്ളത്. ഏതാണ് ആ സബ് ഷെല്ല്? എസ് സബ് ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം. ഷെൽ നമ്പർ 2 ഏതാണ്? എൽ ഷെല്ലിൽ നമുക്ക് 2 സബ് ഷെൽസ് ആണുള്ളത്. ഏതൊക്കെ? എസും പിയും. അടുത്ത മൂന്നാമത്തെ ഷെല്ല് ഏതാ? എം ഷെല്ലാണ്.
എം ഷെല്ലിൽ നമുക്ക് 3 സബ് ഷെല്ലുണ്ട്. ഏതൊക്കെ? എസ് പി ആൻഡ് ഡി. നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്. എൻ ഷെല്ലിൽ നമുക്ക് മൊത്തം 4 സബ് ഷെല്ലുണ്ട്. ഏതൊക്കെയാണ്? എസ് പി ഡി ആൻഡ് എഫ്. അതായത് ഫസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെല്ല്. സെക്കൻഡ് ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 സബ് ഷെല്ലുണ്ട്. തേർഡ് എന്ന് പറയുമ്പോൾ 3 എണ്ണം. അതുപോലെ തന്നെ ഫോർത്ത് എന്ന് പറയുമ്പോൾ 4 എണ്ണം. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? നമ്പർ ഓഫ് സബ് ഷെൽസിന് ഈക്വലന്റ് ആണ്. ഫസ്റ്റ് ഷെല്ലിൽ ഒരെണ്ണം, സെക്കൻഡ് ഷെല്ലിൽ 2 എണ്ണം, തേർഡ് ഷെല്ലിന് 3 എണ്ണം, നാലാമത്തെ ഷെല്ലിന് 4 എണ്ണം. ഷെൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സബ് ഷെൽസിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എൽ ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉണ്ടാവും? എൽ ഷെല്ലിന്റെ ഷെൽ നമ്പർ 2 ആണ്, അപ്പൊ 2 സബ് ഷെൽ ഉണ്ടാവും. ഇനി എൻ ഷെല്ലിന് എത്ര സബ് ഷെൽസ് ഉണ്ടാവും? അതിന്റെ ഷെൽ നമ്പർ 4 ആണ്, അപ്പൊ അതിന് എത്ര സബ് ഷെൽ ഉണ്ട്? 4 സബ് ഷെൽ ഉണ്ട്. അതായത് ഷെൽ നമ്പറും നമ്പർ ഓഫ് സബ് ഷെൽസും എന്ത് തന്നെയാണ്? ഈക്വലന്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് സീരിയൽ നമ്പറിനെ കുറിച്ചിട്ടാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ള കാര്യം നോക്കാം, അല്ലെ? ഓരോ സബ് ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്കറിയണം. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഷെല്ലില് നമുക്ക് എസ് സബ് ഷെൽ ഉണ്ട്. ഫസ്റ്റ് ഷെല്ല് നമ്മൾ എടുത്തു, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ ആൻഡ് ഫോർത്ത് ഷെൽ. 4 ഷെൽസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ട്? എസ് ഉണ്ട്. സെക്കൻഡ് ഷെല്ലിൽ ഏതൊക്കെ സബ് ഷെൽ ഉണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്. തേർഡ് ഷെല്ലിൽ ഏതൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഫോർത്ത് ഷെല്ലിൽ ഏതൊക്കെയുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ എസ് ഫസ്റ്റിലും ഉണ്ട്, സെക്കൻഡിലും ഉണ്ട്, തേർഡിലും ഉണ്ട്, ഫോർത്തിലും ഉണ്ട്. അപ്പൊ ഇത് ഏത് എസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? നമുക്കിപ്പോ ഒരു എസ് സബ് ഷെൽ, അത് ഏത് ഓർബിറ്റിലെ സബ് ഷെൽ ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെ എന്ത് അറ്റാച്ച് ചെയ്യും? സീരിയൽ നമ്പേഴ്സ് അറ്റാച്ച് ചെയ്യും. എന്താണ് സീരിയൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെൽ ആണെങ്കിൽ നമ്മൾ അതിനെ 1s എന്ന് പറയും. സെക്കൻഡ് ഷെല്ലിലെ ആണെങ്കിൽ 2s എന്ന് പറയും. തേർഡ് ഷെല്ലിലെ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? 3s എന്ന് പറയും. ഫോർത്ത് ഷെല്ലിലെ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? 4s എന്ന് പറയും. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ 5s കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എസ് സബ് ഷെൽ ഓഫ് ഫിഫ്ത്ത് ഷെൽ, 5ാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെയാണ് നമ്മൾ എന്താ പറയാ? 5s എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിന് എസിനെ നമ്മൾ എന്ത് പറയും? 1s എന്ന് പറയും. സെക്കൻഡ് ഷെല്ലിൽ വരുമ്പോൾ ഏതൊക്കെയാണ് ഓർബിറ്റൽസ് ഉള്ളത്? 2sഉം 2pയും. തേർഡ് ഷെല്ലിന് ഏതൊക്കെ സബ് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റൽസ് ഉണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഫോർത്ത് ഷെല്ലിന് ഏതൊക്കെയുണ്ട്? 4s, 4p, 4d ആൻഡ് 4f. അപ്പോൾ സബ് ഷെൽസിന് സീരിയൽ നമ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അതായത് എസ് സബ് ഷെൽ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് എസ്. അപ്പൊ അത് ഏത് ഷെല്ലിന്റെ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഷെൽ നമ്പർ നമ്മൾ അതിന്റെ കൂടെ എഴുതും. 1s എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെൽ, 2s എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലിലെ എസ് സബ് ഷെൽ, അങ്ങനെ. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു സീരിയൽ നമ്പർ അറ്റാച്ച് ചെയ്യുന്ന രീതി. എക്സാമ്പിൾസ് നോക്കാം. 1s എന്ന് പറഞ്ഞാൽ എന്താ? എസ് സബ് ഷെൽ ഓഫ് ഫസ്റ്റ് ഷെൽ. 2p എന്ന് പറഞ്ഞാൽ എന്താ? പി സബ് ഷെൽ ഓഫ് സെക്കൻഡ് ഷെൽ. മനസ്സിലായില്ലേ? ഇത് അതാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സീരിയൽ നമ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് വരാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽസ്. ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിനി നോക്കാം. ഫസ്റ്റ് ഷെൽ നമ്മൾ ആദ്യം ഇവിടെ പറയുന്നത് ഷെൽസ് ആണ്. ഷെൽസ് നമ്പർ: ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ ആൻഡ് ഫോർത്ത് ഷെൽ. ഇനി നമുക്ക് അതിനകത്തുള്ള സബ് ഷെല്ലുകൾ ഏതാന്ന് നോക്കാം. സബ് ഷെൽസ് ഇതിനകത്ത് എസ് ഉണ്ട്, ഇതിനകത്ത് എസും പിയും ഉണ്ട്, ഇതിനകത്ത് എസ് പി ഡി ഉണ്ട്, ഇതിനകത്ത് എസ് പി ഡി എഫ് 4 ഓക്കെ അല്ലേ? ഇനി അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഫസ്റ്റ് ഷെല്ലില് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ സ്റ്റോർ ചെയ്യാം? 2 എണ്ണം സ്റ്റോർ ചെയ്യാം. സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് 8 എണ്ണം സ്റ്റോർ ചെയ്യാം. തേർഡിൽ നമുക്ക് 18 എണ്ണം സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 2n² വെച്ച് കണ്ടുപിടിച്ചതാണ് ഇത്രയും വാല്യൂസ്. ഓക്കെ, ഫോർത്തിൽ എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും? ഫോർത്തിൽ 2 × 4², 4² 16 × 2 32 സ്റ്റോർ ചെയ്യാം. ഓക്കെ, ആ എണ്ണം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ.
ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. അപ്പോൾ എസിലേക്ക് എത്ര ഇലക്ട്രോൺസ് പോകും? ആ 2 ഇലക്ട്രോൺസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെ തന്നെയാണ്? എസിൽ തന്നെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഷെല്ല് നോക്കാം. സെക്കൻഡ് ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് വെക്കണം. 2 സബ് ഷെല്ലുകൾ ഉണ്ട്, എസും ഉണ്ട് പിയും ഉണ്ട്. എസിൽ എത്ര എണ്ണം പോകും? 2 എണ്ണം. അപ്പോൾ എസിലേക്ക് 2 എണ്ണം പോയി, ബാക്കി 6 എണ്ണം എങ്ങോട്ട് പോകും? പിയിലേക്ക് പോകും. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഷെല്ലിൽ ആകെ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ 2 എണ്ണം എസിൽ തന്നെ ഇരിക്കും. അപ്പോൾ എസിൽ നമുക്ക് 2 എണ്ണം വെക്കാം. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വെക്കണം, ഒരു എസും ഉണ്ട് ഒരു പിയും ഉണ്ട്. എസിൽ 2 എണ്ണം വെക്കാം, ബാക്കി 6 എണ്ണം ഇവിടെ വെക്കും? ആ പിയിലേക്ക് വെച്ചു. ഓക്കെ. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വെക്കണം. എസും ഉണ്ട് പിയും ഉണ്ട് ഡിയും ഉണ്ട്. എസിൽ നമുക്ക് എത്ര എണ്ണം വെക്കാം? 2 എണ്ണം വെച്ചു. പിയിൽ എത്ര എണ്ണം വെക്കാം? 6 എണ്ണം വെക്കാം, അതും വെച്ചു. മൊത്തം 8 എണ്ണം കഴിഞ്ഞു. ബാക്കി ഡിയിൽ അപ്പം എത്ര എണ്ണം വെക്കണം? 10 എണ്ണം വെക്കണം. അപ്പോൾ എന്തായി? എസിൽ നമുക്ക് 2 എണ്ണം വെക്കാം, പിയിൽ നമുക്ക് 6 എണ്ണം വെക്കാം, ഡിയിൽ നമുക്ക് 10 എണ്ണം വെക്കാം. ഇനി എഫിൽ എത്ര എണ്ണം വെക്കണം നോക്കാം. എസിൽ നമുക്ക് എത്ര എണ്ണം വെക്കാം? 2 എണ്ണം വെക്കാം. മൊത്തം 32 എണ്ണമാണ് നമുക്ക് വെക്കാനുള്ളത്. എസിൽ 2 എണ്ണം വെക്കാം, പിയിൽ 6 എണ്ണം വെക്കാം, ഡിയിൽ 10 എണ്ണം വെക്കാം. ദെൻ ബാക്കി നമ്മുടെ എഫ് സബ് ഷെല്ലിൽ എത്ര വെക്കാം? എഫ് സബ് ഷെല്ലിൽ നമുക്ക് 14 എണ്ണം വെക്കാം. ഓക്കെ, എഫ് സബ് ഷെല്ലിൽ 14 എണ്ണം വെക്കാം. അപ്പോൾ നമുക്ക് കിട്ടി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് സബ് ഷെൽ. ഓരോ സബ് ഷെല്ലിലും നമുക്ക് എത്ര ഇലക്ട്രോൺസ് വെച്ച് വെക്കാൻ പറ്റും? എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ 10 എണ്ണം, എഫിൽ 14 എണ്ണം. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന പോലെ ഇനി സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാനുണ്ട്. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ എന്താവശ്യമായിട്ട് വരും? ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് സബ് ഷെൽ ഈസ് എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയിൽ 10 എണ്ണം, അതുപോലെ തന്നെ എഫിൽ 14 എണ്ണം. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ വിളിക്കുക ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾ എന്താ? ലോവസ്റ്റ് എനർജി ഷെൽ അല്ലെ, ലോവസ്റ്റ് എനർജി ഉള്ള ഷെൽ ഏതാണോ അതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ലോവർ എനർജി ഷെൽ ഫിൽഡ് ഫസ്റ്റ്. ഓക്കെ, അതായത് ഷെൽസ് ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ഷെല്ലുകളെ അവരുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സബ് ഷെൽസിലും യൂസ് ചെയ്യുന്നത്. എന്താണ്? സബ് ഷെൽസിൽ എന്ത് ഫില്ല് ചെയ്യണം? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് സബ് ഷെൽസ് ഫില്ല് ചെയ്യേണ്ടത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി, അതായത് എന്താണ്? സബ് ഷെൽ വിത്ത് ലോവർ എനർജി ഫിൽഡ് ഫസ്റ്റ്. സബ് ഷെൽ വിത്ത് ലോവർ എനർജി ഫിൽഡ് ഫസ്റ്റ്. ഏറ്റവും കുറവ് എനർജി ഏത് സബ് ഷെല്ലിലാണോ അതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് സബ് ഷെല്ലുകളുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? വെൻ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ സബ് ഷെൽസ് ഓഫ് ആറ്റംസ് ദേ ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതിനാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുക. സബ് ഷെൽ വിത്ത് ലോവർ എനർജി ഫീൽഡ് ഫസ്റ്റ്. ഏത് സബ് ഷെല്ലിനാണോ ഏറ്റവും കുറവ് എനർജി ഉള്ളത് അതാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മൊത്തം എന്തൊക്കെ പഠിച്ചു? നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിലേക്ക് വന്നു? സബ് ഷെൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നു. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സബ് ഷെൽസിലേക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.